അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹദീസ് പാഠം. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹും അൽ ഇമാമുൽ ആദിൽ വസ്വായിം ഹീന യുഫ്തിർ വദഅവത്തുൽ മദ്ലൂം യർഫഉഹാ ഫൗഖൽ ഗമാമി വതുഫത്തഹു ലഹാ അബ്വാബുസ് സമാഇ വയഖൂലു റബ്ബു അസ്സ വജല്ല വഇസ്സതി ലഅൻസുറന്നക വലൗ ബഅദ ഹീൻ. മൂന്ന് വിഭാഗത്തിന്റെ പ്രാർത്ഥന അത് തള്ളപ്പെടുകയില്ല. നീതിമാനായ ഇമാമാണ് 1, നോമ്പ് തുറക്കുന്ന സമയത്തുള്ള നോമ്പുകാരനാണ് 2, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ് 3. അതിനെ അള്ളാഹു മേഘത്തിന് മുകളിലേക്ക് ഉയർത്തും, ആകാശവാതിലുകൾ അതിനുവേണ്ടി തുറക്കപ്പെടും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, എന്റെ പ്രതാപമാണ് സത്യം, ഞാൻ തീർച്ചയായും നിന്നെ സഹായിക്കും, അല്പം കഴിഞ്ഞിട്ടാണെങ്കിലും. ഇമാം തിർമുദി റഹിമഹുല്ല റിപ്പോർട്ട് ചെയ്ത ശ്രദ്ധേയമായ ഒരു ഹദീസാണ് ഇത്. ഇതിൽ നോമ്പുകാരനെ പ്രത്യേകം പരാമർശിച്ചിരിക്കുന്നു. നോമ്പ് തുറക്കുന്ന സമയത്തുള്ള നോമ്പുകാരന്റെ പ്രാർത്ഥന അള്ളാഹു തള്ളിക്കളയുകയില്ല, തട്ടുകയില്ല എന്നാണ് ഈ ഹദീസിൽ രണ്ടാമതായി പറഞ്ഞത്. തട്ടപ്പെടാത്ത, തള്ളപ്പെടാത്ത പ്രാർത്ഥനയിൽ രണ്ടാമത്തേത് നോമ്പുകാരന്റെ പ്രാർത്ഥനയാണ്. ഒരു സമയത്തെ പ്രത്യേകം പരാമർശിച്ചിരിക്കുന്നു, നോമ്പ് തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന. നോമ്പ് തുറക്കുന്ന സമയത്തെ പലപ്പോഴും പലരും ഒട്ടും ഗൗരവത്തിൽ കാണാറില്ല. അസുലഭമായ, വളരെ സൗഭാഗ്യം നിറഞ്ഞ ആ സന്ദർഭത്തിലുള്ള പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുന്ന പ്രാർത്ഥനയാണ്. ആ സമയത്ത് ഭക്ഷണം വിളമ്പുന്നതിന്റെയും പാത്രങ്ങളുടെയും മറ്റു പലതിന്റെയും ശബ്ദമാണ് കേൾക്കുന്നതെങ്കിൽ റമളാനിൽ 30 ദിവസവും അങ്ങേയറ്റം പ്രാധാന്യമേറിയ സമയത്തെ നഷ്ടപ്പെടുത്തിയവരായി നമ്മൾ രേഖപ്പെടുത്തപ്പെടും. അതിനാൽ വളരെ ഗൗരവത്തിൽ വ്യക്തികളെന്ന നിലക്കും കുടുംബത്തിലെ അംഗങ്ങളെന്ന നിലക്കും പള്ളികളിൽ പോകുന്ന സമയത്ത് അവിടെയും എല്ലായിടത്തും ഈ സമയം, പ്രാർത്ഥനയുടെ സമയം ഉപയോഗിക്കാൻ തയ്യാറാവുകയും മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കുകയും വേണം. ബാങ്ക് കൊടുക്കുന്ന സമയം നമുക്കറിയാമല്ലോ. അതിന്റെ ഏതാനും സമയം മുമ്പ് അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ തുടങ്ങുക. നിശബ്ദമായി തനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അള്ളാഹുവോട് പറയുക. തന്റെ വേദനകൾ അവന്റെ മുന്നിൽ ഇറക്കി വെക്കുക. തന്റെ ആവശ്യങ്ങൾ അവനോട് അർത്ഥിക്കുക. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ആ സമയത്തെ ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ഏറ്റവും നന്നായി ഉപയോഗിക്കാനും നമ്മുടെ എല്ലാ കാര്യങ്ങളും റബ്ബിനോട് ഹൃദയത്തിൽ തട്ടി പറയാനും, തള്ളിക്കളയാത്ത, തട്ടിമാറ്റാത്ത ആ പ്രാർത്ഥനയുടെ സമയത്തെ കൃത്യമായി ഉപയോഗിക്കാനും സാധിച്ചാൽ റമളാനിൽ വലിയൊരു നന്മ രേഖപ്പെടുത്തപ്പെട്ടവരായി നമ്മൾ മാറുകയും നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹു സാധിപ്പിച്ചു തരികയും ചെയ്യും. അതിനാൽ ആ പ്രാർത്ഥനാ സമയത്തെ ഗൗരവത്തിലെടുക്കാനും ഗൗരവത്തിലെടുക്കാത്തവരെ അതിന് പ്രേരിപ്പിക്കാനും നമുക്ക് സാധ്യമാവുകയും ഒരു വേള നമ്മുടെ അവസാന റമളാനായി ഇത് മാറാം എന്നതുകൊണ്ട് ഈ റമളാന് പൂർണ്ണമായും റമളാനിലെ സമയത്തെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയുകയും വേണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും.